ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കൂടുതൽ രുചിയിൽ പഞ്ഞി പോലെ ദോശ കിട്ടാൻ മാവരയ്ക്കുന്ന വിധവും അതുപോലെ സ്പോഞ്ച് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 2 സൈസ് അരി എടുത്തേക്കുന്നത്. രണ്ടും കൂടെ 600 ഗ്രാം ഉണ്ട്. അതായത് 1.5 കപ്പ് പച്ചരി, 1.5 കപ്പ് പൊന്നിയരി, അല്ലെങ്കിൽ സോനാ മസൂരി എന്നും പറഞ്ഞൊക്കെ മേടിക്കാൻ കിട്ടും. അതെടുത്താൽ മതി. ഹാഫ് ബോയിൽഡ് റൈസ് എന്നും പറഞ്ഞാൽ കിട്ടും. നാട്ടിൽ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും കാണും സോനാ മസൂരി എന്നും പറഞ്ഞ് എഴുതും. ഇത് കണ്ടില്ലേ, നല്ല ചെറിയ അരി. പിന്നെ നോർമൽ പച്ചരി, നല്ല ക്വാളിറ്റിയുള്ള പച്ചരി വേണം എടുക്കാൻ. രണ്ടും 1.5 കപ്പ് വീതം, 250 ml കപ്പിൽ 1.5 കപ്പ് വീതം. അങ്ങനെ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 600 ഗ്രാം അരി. പിന്നെ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്ന്, 1 കപ്പ് ലെവലായിട്ട് എടുത്താൽ മതി. 3 കപ്പ് റൈസിന് 1 കപ്പ് ഉഴുന്ന് എന്നുള്ള റേഷ്യോയിൽ വേണം എടുക്കാൻ. പിന്നെ 1/4 കപ്പ് അവൽ വേണം, വെള്ള അവൽ 1/4 കപ്പ് നിറച്ചെടുക്കണം. അതുപോലെ 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്. അപ്പോൾ ഈ പരിപ്പ് ചേർക്കുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു നിറവും കിട്ടും. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇതിൽ അവലൊഴികെ ബാക്കിയെല്ലാം നല്ലതായിട്ട് കഴുകണം. 5-6 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് 5-6 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം. അവൽ നമ്മൾ അരയ്ക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പേ ഒക്കെ ഒന്ന് കുതിരാൻ വെച്ചാൽ മതി. ലെവലിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കണം. ഇതിപ്പോൾ ഞാൻ 5 തൊട്ട് ഒരു 6 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കൂടെ കണ്ടില്ല, ഒന്നിച്ചാണ് ഇട്ടേക്കുന്നത്. അവലും ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ള അവൽ വേണം എടുക്കാൻ. ഇനിയിപ്പോൾ വെള്ള അവലില്ല എന്നുണ്ടെങ്കിൽ വെള്ള ചോറെടുക്കാം. ചോറെടുക്കുവാണെങ്കിൽ 1/2 കപ്പ് എടുക്കാം. ഇപ്പോൾ 3-4 ദിവസമൊക്കെ നമ്മൾ മാവ് വെച്ചേക്കുവാണെങ്കിൽ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെന്നുണ്ടെങ്കിൽ ചോറിനേക്കാട്ടിൽ ഒന്നും കൂടെ നല്ലത് അവലെടുക്കുവാണെങ്കിൽ. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2-3 ബാച്ചായിട്ട് ഇത് അരയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, മാവ് അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവരുത്. ചൂടായി കഴിഞ്ഞാൽ മാവ് ശരിക്കും പൊങ്ങത്തുമില്ല, സോഫ്റ്റായിട്ട് ദോശ കിട്ടത്തുമില്ല. ദോശയായാലും ഇഡ്ഡലി ആയാലും. അവൽ കുതിർത്തതും കൂടി ഇടാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം തണുത്ത വെള്ളം ഒഴിക്കുന്നത്, ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുത്ത വെള്ളം. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത്, അങ്ങനെയാണെങ്കിൽ നല്ലതായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ഇതിപ്പോൾ അരച്ചിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ബാക്കിയും കൂടെ എല്ലാം ഇങ്ങനെ അരച്ചെടുക്കുക. ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ തലേദിവസം തന്നെ ഉപ്പ് മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. 1.25 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കൈ ക്ലീൻ ആക്കിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മാവ് അടച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. 8 തൊട്ട് 10 മണിക്കൂർ നേരമൊക്കെ വെക്കാം. അത് കാലാവസ്ഥ അനുസരിച്ച് മാവ് പൊങ്ങുന്നതിൽ വ്യത്യാസം വരും. ചൂട് സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. ഇതിപ്പോൾ മാവൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഞാൻ ഇതിന് കുറച്ച് മാവ് എടുത്തായിരുന്നു രാവിലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ലതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സ്പോഞ്ച് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് ഒരുപാടങ്ങ് ലൂസാവരുത്, ഈ ഒരു രീതിയിലൊക്കെ ഇരിക്കണം. ഇപ്പോൾ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ചൂടാവണം നല്ലതായിട്ട്. ഓരോ തവി ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഫ്ലെയിം തീരെ കുറച്ച് വെക്കരുത് ദോശ ഉണ്ടാക്കുമ്പോൾ. മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വേണം ഇടാൻ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അല്പം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ മതി. ഇപ്പോൾ കുറച്ച് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ ഇത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി ചമ്മന്തിയാണ് സെർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.